കാർഷിക വാർത്തകൾ. വിലയിടിവിൽ കൊക്കോ വിപണി. ചോക്ലേറ്റ് വ്യവസായികളിൽ നിന്നും ഡിമാൻഡ് ഇടിഞ്ഞു. വെളിച്ചെണ്ണ വില ഉയർന്നേക്കും. പ്രതീക്ഷയിൽ റബ്ബർ കർഷകർ. വ്യവസായികൾ കൊക്കോ സംഭരണത്തിൽ തണുപ്പൻ മനോഭാവം പുലർത്തിയത് ഹൈറേഞ്ചിലെയും ലോ റേഞ്ചിലെയും കർഷകരെ സമ്മർദ്ദത്തിലാക്കി. ഏതാനും ദിവസങ്ങളായി ചോക്ലേറ്റ് വ്യവസായികളിൽ നിന്നുള്ള ഡിമാൻഡ് കുറഞ്ഞതായി വിപണി വൃത്തങ്ങൾ. മധ്യ കേരളത്തിൽ പച്ചക്കൊക്കോ കിലോ 130 രൂപ വരെ താഴ്ന്നു. ഉണക്കക്കൊക്കോ കുരു കിലോ 500 രൂപയിലാണ്. സീസൺ മുന്നിൽ കണ്ടാണ് വ്യാവസായിക ഡിമാൻഡ് ചുരുങ്ങിയതെന്ന് ഉൽപാദകരുടെ പക്ഷം. മാസാന്ത്യത്തോടെ സംസ്ഥാനത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും കൊക്കോ വിളവെടുപ്പ് ഊർജിതമാകും. ഭക്ഷ്യ എണ്ണ ഇറക്കുമതി വീണ്ടും കുറഞ്ഞത് വെളിച്ചെണ്ണ വില ഉയരാൻ അവസരമൊരുക്കുന്നു. കഴിഞ്ഞ മാസം പാമോയിൽ ഇറക്കുമതിയിൽ 25% കുറവ് സംഭവിച്ചത് ഫലത്തിൽ നേട്ടമായത് നാളികേര മേഖലയ്ക്കാണ്. ഫെബ്രുവരിയിലെ പാമോയിൽ ഇറക്കുമതി 3.73 ലക്ഷം ടണ്ണിൽ ഒതുങ്ങി. കഴിഞ്ഞ വർഷം ഇതേ മാസം വരവ് 4.97 ലക്ഷം ടണ്ണായിരുന്നു. രാജ്യത്തെ മൊത്തം ഭക്ഷ്യ എണ്ണ ഇറക്കുമതി 2020 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് ഇടിഞ്ഞത് എണ്ണക്കുരു കർഷകർക്ക് നേട്ടമായി. കൊച്ചിയിൽ വെളിച്ചെണ്ണ 23,400 രൂപ എന്ന ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണ് വ്യാപാരം നടന്നത്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും അന്തരീക്ഷ താപനിലയിൽ നേരിയ കുറവ്. ചില പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴ ലഭ്യമായത് റബ്ബർ കർഷകർക്ക് പ്രതീക്ഷ സമ്മാനിച്ചു. ഉയർന്ന പകൽ ചൂടിനെ തുടർന്ന് ടാപ്പിംഗിൽ നിന്നും ഉൽപാദകർ വിട്ടുനിൽക്കുകയാണ്. തുടർമഴ ലഭ്യമായാൽ വൈകാതെ റബ്ബർ വെട്ട് പുനരാരംഭിക്കാനാവുമെന്ന കണക്കൂട്ടലിലാണ് ചെറുകിട കർഷകർ. കൊച്ചി, കോട്ടയം വിപണികളിലെ ഷീറ്റ് ക്ഷാമം വിട്ടുമാറിയില്ല. 4ാം ഗ്രേഡ് 195 രൂപയിലും 5ാം ഗ്രേഡ് 191 രൂപയിലും വ്യാപാരം നടന്നു. ലാറ്റക്സ് വില 128 രൂപ. ബാങ്കോക്കിൽ റബ്ബർ കിലോ 201 രൂപയായി ഉയർന്നു. ഏലക്ക ഉൽപാദന മേഖലയിൽ ഇന്ന് 2 ലാലങ്ങളിലായി മൊത്തം 60,000 കിലോയുടെ ഇടപാടുകൾ നടന്നു. ആകാശം മേഘാവൃതമായതോടെ കാലാവസ്ഥാ മാറ്റങ്ങളെ വാങ്ങലുകാർ ഗൗരവത്തോടെ തന്നെ വീക്ഷിക്കുന്നു. വിദേശ ബയർമാർ ഇന്ത്യൻ വിപണിയുടെ ചലനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും പുതിയ ഓർഡറുകൾ എത്തിയതായി സൂചനയില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ ഇതുവരെ ഭാഗമാകാത്ത കർഷകരെ ഉൾപ്പെടുത്താൻ സർക്കാർ തയ്യാറെന്ന കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. കർഷകരെ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സംസ്ഥാനങ്ങൾ കേന്ദ്രവുമായി സഹകരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ കീഴിൽ ഇതുവരെ അംഗമല്ലാത്ത എല്ലാ യോഗ്യരായ കർഷകർക്കും 6,000 രൂപ വാർഷിക ധനസഹായം നൽകാൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ലോക്സഭയിൽ അറിയിച്ചു. കർഷകരെ തിരിച്ചറിയുന്നതിനും പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് ഉറപ്പാക്കുന്നതിനും കേന്ദ്രവുമായി സഹകരിക്കണമെന്നും അദ്ദേഹം എല്ലാ സംസ്ഥാന സർക്കാരുകളോടുമായി ആവശ്യപ്പെട്ടു. യോഗ്യരായ എല്ലാ ഗുണഭോക്താക്കൾക്കും സ്വന്തം പേരിൽ ഭൂമിയുണ്ടായിരിക്കണം. KYC പൂർത്തിയാക്കണം. PM കിസാൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞു. ഫണ്ട് നേരിട്ട് 2,000 രൂപയുടെ 3 തുല്യ ഗഡുക്കളായി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. PM കിസാൻ എന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ 100% ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്ര പദ്ധതിയാണ്. 2018 ഡിസംബർ 1 മുതൽ ആരംഭിച്ച ഈ പദ്ധതി പ്രകാരം നിശ്ചിത അളവിൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന എല്ലാ കർഷക കുടുംബങ്ങൾക്കും 3 തുല്യ ഗഡുക്കളായി 6,000 രൂപ വാർഷിക വരുമാന സഹായം നൽകുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ അവസാന ഗഡു ഫെബ്രുവരി 24-നാണ് വിതരണം ചെയ്തത്. രാജ്യത്തുടനീളമുള്ള 2.41 കോടി വനിതാ കർഷകർ ഉൾപ്പെടെ 9.8 കോടി കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മൊത്തം 22,000 കോടി രൂപ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വേനൽ കടുത്തതോടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തണ്ണിമത്തൻ വരവ് സജീവമായി. കർഷകർക്കും ലാഭം. വേനലെത്തിയതോടെ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും തണ്ണിമത്തൻ പാടങ്ങളിൽ വിളവെടുപ്പ് ആരംഭിച്ചു. അതിർത്തി കടന്ന് കേരളത്തിലും കഴിഞ്ഞയാഴ്ച മുതൽ തണ്ണിമത്തൻ എത്തി തുടങ്ങി. 1 കിലോ തണ്ണിമത്തന് 20 മുതൽ 30 രൂപ വരെയാണ് വില. കേരളത്തിനൊപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഉയർന്ന ഡിമാൻഡുണ്ടെന്നാണ് കർഷകർ വ്യക്തമാക്കുന്നത്. മധുര, ഡിണ്ടിഗൽ എന്നിവിടങ്ങളിലായി ഒട്ടേറെ കർഷകരാണ് വേനൽ ചൂട് തുടങ്ങുമ്പോൾ വിളവെടുക്കാവുന്ന തരത്തിൽ തണ്ണിമത്തൻ വേനൽ വിളയായി കൃഷി ചെയ്തു വരുന്നത്. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് വിളവെടുപ്പ്. കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആവശ്യക്കാർ ഏറിയതോടെ മികച്ച വിലയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. കിലോഗ്രാമിന് 5 രൂപ മുതൽ 10 രൂപ വരെയാണ് മുൻ വർഷങ്ങളിൽ ലഭിച്ചതെങ്കിൽ ഇപ്പോൾ 10 മുതൽ 15 രൂപ വരെ കർഷകർക്ക് ലഭിക്കുന്നു. തമിഴ്നാട്ടിൽ ഹെക്ടർ കണക്കിന് തോട്ടങ്ങൾ മൊത്തമായി വില പറഞ്ഞ് ഉടമകളിൽ നിന്നും വ്യാപാരികൾ വാങ്ങുകയാണ് ചെയ്യുന്നത്. വിളവെടുക്കുന്നതും വിൽപ്പന നടത്തുന്നതും വ്യാപാരികളാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉൽപാദനം കുറഞ്ഞിട്ടും കാന്താരി വില താഴേക്ക്. ഇതോടെ വിളവെടുപ്പ് കൂലി പോലും ലഭിക്കാത്ത അവസ്ഥയിലാണ് കർഷകർ.
വ്യാപാരികൾ ഉണങ്ങിയ കാന്താരി വൻതോതിൽ സംഭരിച്ചതോടെ കാന്താരി വില താഴേക്ക്. കഴിഞ്ഞ വർഷം ഇതേ സമയം കിലോയ്ക്ക് 500 രൂപ ലഭിച്ചിരുന്ന പച്ച കാന്താരിയുടെ വില 300ആയും 1400 രൂപ ലഭിച്ചിരുന്ന ഉണങ്ങിയ കാന്താരിയുടെ വില 700ആയും താഴ്ന്നു. ജലസേചനം നൽകിയും ഗ്രീൻ നെറ്റ് കെട്ടിയുമാണ് പല കർഷകരും കാന്താരി കൃഷി ചെയ്തിരുന്നത്. കാന്താരിക്ക് വിലയിടിഞ്ഞതോടെ വിളവെടുപ്പ് കൂലി പോലും ലഭിക്കാത്ത അവസ്ഥയിലായി കർഷകർ. 2 വർഷം മുൻപ് വേനലിൽ കാന്താരി കൃഷി നശിച്ചതോടെ മികച്ച വില കാന്താരിക്ക് ലഭിച്ചിരുന്നു. ഇടക്കാലത്ത് കർണാടകത്തിൽ നിന്നുള്ള കാന്താരി വിപണിയിൽ ഇടം പിടിച്ചിരുന്നു. കുറഞ്ഞ വിലയും കണ്ടാലാകർഷകവുമായ കർണാടക കാന്താരിക്ക് ഗുണം കുറവാണ്. അടുത്ത നാളുകളിലായി ഹൈറേഞ്ചിൽ വീട്ടുപരിസരത്ത് കാന്താരി കൃഷി ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരുന്നു. മികച്ച വിളവ് ലഭിക്കുന്ന തൈകളുടെ ലഭ്യതയും കുറഞ്ഞ പരിചരണവുമാണ് വീട്ടമ്മമാർ ഉൾപ്പെടെ കാന്താരി കൃഷിയിലേക്ക് തിരിയാൻ കാരണമായത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാർഷിക മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് ഇൻക്യുബേഷൻ പിന്തുണയും മാർഗനിർദ്ദേശവും നൽകാൻ വെള്ളായണി കാർഷിക കോളേജിൽ ഇൻക്യുബേഷൻ സ്ഥാപിക്കുന്നു. ഈ മാസം 14-ന് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. കെ അഗ്ടെക് ലോഞ്ച് പാഡ് എന്ന പേരിലാണ് കാർഷിക ഭക്ഷ്യാനുബന്ധ വ്യാവസായിക ഇൻക്യുബേറ്റർ അറിയപ്പെടുക. കാർഷിക സർവകലാശാല, നബാർഡ്, ഓസ്ട്രേലിയയിലെ വെസ്റ്റേൺ ഡിസ്നി സർവകലാശാല എന്നിവ ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ മാസം 14-നാണ് ഉദ്ഘാടനം. നബാർഡിന്റെ സാമ്പത്തിക സഹായവും കാർഷിക സർവകലാശാല വിജ്ഞാന വ്യാപനത്തിന്റെ പങ്കാളിത്തവും പ്രയോജനപ്പെടുത്തിയാണിത് നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി പ്രസാദ് അറിയിച്ചു. കർഷകർ, കാർഷിക സംരംഭകർ, വിദ്യാർത്ഥികൾ എന്നിവർക്കുള്ള പ്രതീക്ഷ നൽകുന്നതാണ് ഇൻക്യുബേറ്റർ. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സർവകലാശാലയുടെ പദ്ധതിക്ക് അടങ്കൽ തുകയായ 15 കോടിയോളം രൂപ നബാർഡിന്റെ ഗ്രാന്റായി ലഭിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുട്ടനാട്ടിലെ നെല്ല് കർഷകർ ദുരിതത്തിൽ. നെല്ല് സംഭരണം സമയബന്ധിതമായി നടക്കുന്നില്ലെന്നാണ് ആരോപണം. നെല്ല് സംഭരണം സമയബന്ധിതമായി നടക്കാതെ വന്നതോടെ കർഷകർ ദുരിതത്തിൽ. കുട്ടനാട്ടിലെ പല പാടശേഖരങ്ങളിലും വിളവെടുത്ത നെല്ലുമായി കെട്ടിക്കിടക്കുന്നതാണ് ആരോപണം. മടവീഴ്ച മൂലം തുടർച്ചയായി 2ാം കൃഷി ചെയ്യാൻ സാധിക്കാതെ പോയ പാടശേഖരത്തിലെ കർഷകർ ഇത്തവണ നേരത്തെ വിളവിറക്കി പുഞ്ചകൃഷി കൊയ്തെടുത്തിരുന്നു. എന്നാൽ ഈർപ്പത്തിന്റെയും കറവലിന്റെയും പേര് പറഞ്ഞ മില്ലുകാർ നെല്ലെടുക്കാൻ തയ്യാറാവുന്നില്ല. കർഷകർ പാടി ഓഫീസറെയും കൃഷി ഓഫീസറെയും ബന്ധപ്പെട്ടിട്ടും നെല്ല് ഇതുവരെ എടുത്തിട്ടില്ല. ഇതിനൊപ്പം സംസ്ഥാനത്ത് മഴ സാധ്യതാ മുന്നറിയിപ്പ് വന്നതോടെ ആദിയിലാണ് കർഷകർ. കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നടത്തിയ പരിശോധനയിൽ നെല്ലിന്റെ ഗുണമേന്മ കുറവിന് 6.5 കിലോ നെല്ല് കിഴിവും കൂടാതെ ഈർപ്പത്തിന് ആനുപാതികമായുള്ള കിഴിവും വേണമെന്നാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. പാടത്തും പറമ്പിലും കൂട്ടിയിട്ടിരിക്കുന്ന നെല്ല് കേടാകാതിരിക്കാൻ നിത്യവും തുറന്ന സൂര്യപ്രകാശത്തിൽ ചൂട് കൊടുത്താണ് സംരക്ഷിക്കുന്നത്. അടുത്ത 2ാം കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യത്തിലാണെന്നും കർഷകർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ പഞ്ചസാര ഉൽപ്പാദനം ഇടിവിലേക്കെന്ന ഓൾ ഇന്ത്യ ഷുഗർ ട്രേഡ് അസോസിയേഷൻ. 8 വർഷത്തിനിടെ ആദ്യമായി ഉൽപ്പാദനം ഉപഭോഗത്തേക്കാൾ കുറയുമെന്ന സൂചന. പ്രധാന സംസ്ഥാനങ്ങളിലെ കരിമ്പ് വിതരണത്തിൽ കുറവുണ്ടായതിനാൽ ഇന്ത്യയുടെ പഞ്ചസാര ഉൽപ്പാദനം 8 വർഷത്തിനിടെ ആദ്യമായി ഉപഭോഗത്തേക്കാൾ കുറയുമെന്നാണ് ഓൾ ഇന്ത്യ ഷുഗർ ട്രേഡ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. ഇന്ത്യ 25.8 ദശലക്ഷം മെട്രിക് ടൺ പഞ്ചസാര ഉൽപ്പാദനമാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. മുൻവർഷത്തെ അപേക്ഷിച്ച് 19.1% കുറവാണിത്. അതേസമയം ഉപഭോഗം 29 ദശലക്ഷം ടണ്ണാണ് കണക്കാക്കുന്നതെന്ന് ഓൾ ഇന്ത്യ ഷുഗർ ട്രേഡ് അസോസിയേഷൻ അറിയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പഞ്ചസാര ഉൽപ്പാദന സംസ്ഥാനമായ മഹാരാഷ്ട്രയിലെ മില്ലുകൾ പതിവിലും നേരത്തെ അടച്ചുപൂട്ടൽ നേരിടുകയാണ്. സംസ്ഥാനത്തിന്റെ ഉൽപ്പാദനം കഴിഞ്ഞ വർഷത്തെ 11 ദശലക്ഷം ടണ്ണിൽ നിന്ന് 8 ദശലക്ഷം ടണ്ണായിരിക്കുമെന്നാണ് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നോക്കാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 195, RSS 5 191, ലാറ്റക്സ് 134, ജാതിക്ക 370, ജാതിപത്രി 1800 മുതൽ 2100 വരെ, ഗ്രാമ്പു 920, അടയ്ക്ക 260, കാപ്പിക്കുരു 275, കൊക്കോ പരിപ്പ് 650, കുരുമുളക് ഗാർബിൾ 69,900, കുരുമുളക് അൺഗാർബിൾ 67,900, ഏലക്ക 2600 മുതൽ 2650 വരെ, വെളിച്ചെണ്ണ 23,100, കൊപ്ര 17,300, ചുക്ക് 22,500.